സുനീറെ, ഞാൻ റെഡിയാണ്. അതുപോലെ മമ്മൂട്ടി സക്കാഫി മേലെ പറഞ്ഞിട്ടുണ്ട്, മൂപ്പർ റെഡിയാണ്. ഇൻഷാ അല്ലാ അന്റെ ഏത് മസായിഖന്മാരെ മുന്നിൽ വെച്ചിട്ടും ആ മസായിഖന്മാർ കാട്ടുകള്ളന്മാരാണ്. നിങ്ങളെ മസായിഖന്മാരിട്ടാ ഹക്കായ മസായിഖന്മാരെ പറ്റി എല്ലാം പറഞ്ഞത്. കുരുവട്ടൂരികൾ ഇവിടെ ഉയർത്തിക്കാട്ടുന്ന മസായിഖന്മാർ വീരാണ്ടി ആണെങ്കിലും കോമാണ്ടി ആണെങ്കിലും സുലൈമാണ്ടി ആണെങ്കിലും കാട്ടുകള്ളന്മാരാണ്. അവർക്ക് ദീനുമായി ഒരു ബന്ധവും ഇല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ്. സമയം പറഞ്ഞോ, എവിടേക്കാണ് എന്റെ മസായിഖന്മാരെ കൊണ്ടുവരാന്നുള്ള സ്ഥലം പറഞ്ഞോ, ഇൻഷാ അല്ലാ ഞങ്ങൾ റെഡി. വേഗമൊക്കെ അതിനുള്ള സമയം കണ്ടെത്തി വേം നേരം വൈകലട്ടാ. മജീദ്, ആ വീഡിയോ ഫുള്ള് കേട്ടില്ല തോന്നുന്നു. ഞാൻ വീഡിയോ ഫുള്ള് കേൾക്ക് കേട്ടോ. എൻ്റെ കാക്കനെ കുട്ടികളാണ്ടി അഡ്രസ്സുള്ള ആരെങ്കിലും ഒന്ന് വേണം. അഡ്രസ്സുള്ള ലെറ്റർ പേരിൽ എഴുതിയിട്ട് വരണോ? എൻ്റെ കാക്കനെ കുട്ടിയാൽ നമുക്ക് ആ ബാക്കിയുള്ള സ്ഥലക്കച്ചവടം തീരുമാനമാക്കാം. ഈ വീഡിയോ ആദ്യം ഒന്ന് കേൾക്ക് കേട്ടോ, ഫുള്ളായിട്ട്, എന്നിട്ട് മറുപടി പറയും. ആണായി പറഞ്ഞ ഒരുത്തനോടാണ് ഞാൻ പറഞ്ഞത്, തന്തക്ക് സ്ഥിരത ഉണ്ടെങ്കിൽ, ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ, പെരേ ചെന്നുകാണ്ട് ചൂണ്ടിക്കാണിച്ചു തരാൻ ഒരു തന്തുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാണേ. ഇതൊക്കെ ഞാൻ കുഞ്ഞാമിന്റെ ഭാഷ പറഞ്ഞാട്ടോ. ഉരുൻ്റെ കളിച്ചല്ലേ, ആ എഴുതി വിട്ട മാറ്റർ വെച്ചിട്ടാണ് ഞാൻ ഏറ്റെടുക്കണത്. അത് കേട്ടിട്ടല്ല, എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. അതിൽ എഴുതി വിട്ട മാറ്റർ ജിന്നെ ടാഗ് ചെയ്തിട്ട് അതുപോലെ മമ്മൂട്ടി സക്കാഫിനെ ടാഗ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ആ മാറ്റർ വെച്ചിട്ടാണ് ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തത്. ആൺകുട്ടിയാണെങ്കിൽ എൻ്റെ ഏത് മച്ചായിക്കിനും കൊണ്ടുപോകാൻ ചങ്ങായെ, ഏത് വീരാണ്ടി സുലൈമാണ്ടി കോമാണ്ടി ആണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുപോവാ. 100 വട്ടം റെഡി ചങ്ങായെ, 1000 വട്ടം റെഡി, കൊണ്ടുപോവാ. ഉരുണ്ട് കളിച്ചല്ലേ. ഈ മാറ്റർ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് സുനീർ എഴുതി വിട്ടതാണ്. ഇതിൽ എന്നെയും മുഹമ്മദ് കുട്ടി സക്കാഫിയെയും അടക്കമുള്ള ചില ആളുകളെ ടാഗ് ചെയ്തിട്ടുണ്ട്. 1000 വട്ടം 1000 കുതിരശക്തിയോട് കൂടി വെല്ലുവിളി ഏറ്റെടുക്കുന്നു. കുരുവട്ടൂരികളുടെ ഏത് മെച്ചായിക്കിന്റെ മുന്നിലും ആ മെച്ചായിക്കന്മാർ, നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന മെച്ചായിക്കന്മാർ, അവർ കാട്ടുകള്ളന്മാരാണ്, ധീരമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ്. സ്ഥലം പറഞ്ഞോ, ദിവസം പറഞ്ഞോ, സമയം പറഞ്ഞോ. ഏതെങ്കിലും ആൺകുട്ടികൾ കുരുവട്ടൂരികളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഏറ്റെടുക്കണോ. നിങ്ങൾ വെല്ലുവിളിച്ചത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ സമയവും സ്ഥലവും ദിവസവും പറഞ്ഞ് ഇത് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് മുന്നോട്ട് വരി. ഞാൻ പറയരുത്. ഈ എഴുതിവിട്ട ടെക്സ്റ്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. ആരെയുണ്ടെങ്കിലും വരട്ടെ. മോനെ, മേറ്ററിൽ കൂടെ അല്ല വെല്ലുവിളിച്ചത് ഔദ്യോഗികമായിട്ട് സ്റ്റേജിൽ നിന്നാണ് വെല്ലുവിളിച്ചത്. അല്ല, ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഔദ്യോഗിക ലെറ്റർ പേരിൽ വരി, സമയവും സന്ദർഭവും സ്ഥലവും അറിയിച്ചോളി. ഇനി ആ പരിപാടിക്ക് പൈസ കൊടുക്കാനുള്ള കാര്യങ്ങളെ കയ്യില്ലെങ്കിൽ അത് പറഞ്ഞോളി, അത് നമ്മൾ ചെയ്തോളാം. മലപ്പുറത്തായിക്കോട്ടെ. ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ചർച്ച ചെയ്യാൻ പറ്റിയ നിങ്ങളാണോ? എന്റെ മാതിരി ഉണ്ടായ സ്റ്റേജ് മറക്കാത്ത നിങ്ങളായിട്ട് കാര്യമില്ല. അതാ പറഞ്ഞത്, അഡ്രസ്സുള്ള നിങ്ങളായിരിക്കണം, അഡ്രസ്സുള്ള രൂപത്തിൽ വരണമെന്ന് പറഞ്ഞത്. എന്റെ കാക്കനെയൊക്കെ കൂട്ടി പോയി, അയാളെക്കാണ് പിന്നെയും പറ്റൂ. ഈ വേണമെങ്കിൽ അയാളെ പോന്നിട്ട് സ്റ്റേജിന്റെ അപ്പുറത്ത് കുത്തുന്ന വേണ്ടി അയാൾക്ക് കിതാബ് എടുത്ത് കൊടുക്കാൻ, അതിനൊക്കെ അന്യമായ മുട്ടിനെയൊക്കെ പറ്റുള്ളൂ. ഞങ്ങൾ ആൺകുട്ടികൾ പറഞ്ഞത് ആ കൂട്ടത്തിൽ മുഷാവരെ കുറച്ച് ആൺകുട്ടികളുണ്ട്, അയക്കലാ വിളിച്ചത്. എന്നൊക്കെ ആൺകുട്ടികളെ പെടുത്തുന്നുണ്ടോ? അസുറും ബസുറും ഇല്ലാത്ത ഇതൊക്കെ എന്താണ് ആയത്? പുതിയ പുതിയ ഡിമാൻഡൊക്കെ വരുന്നുണ്ടോ? അഡ്രസ് വേണം, ലെറ്റർ ബോർഡ് വേണം, ജനന സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് വേണം, റേഷൻ കാർഡ് വേണം. എന്തൊക്കെയാ പല ഡിമാൻഡ്. ആയിക്കോട്ടെ, എന്ത് ഡിമാൻഡ് വെച്ചാൽ എല്ലാ ഡിമാൻഡും വരാം. ലെറ്റർ ബോർഡോ? ബോർഡിന്റെ സംബന്ധിച്ച് നമ്മുടെ ദർശന്റെ സമാജത്തിന്റെ ലെറ്റർ ബോർഡ് പോലെ ലെറ്റർ ബോർഡിലായി പറയാം. ലെറ്റർ ബോർഡിലെ പോലെ മറ്റേ മജീദാസിന്റെ പോലെ ബദ്രീന്റെ ലെറ്റർ ബോർഡ് ഉണ്ടോ? അത് വേണമെങ്കിൽ ഇതാക്കാം. അതുമില്ല, ലെറ്റർ ബോർഡ് നമുക്ക് എത്ര ലെറ്റർ ബോർഡ് ഉണ്ടാക്കാം, ചോദിച്ചാൽ അത് കമ്പ്യൂട്ടർ സെന്ററിൽ പോയി നമുക്ക് ചെയ്യാം. ഇപ്പം സീൽ അടിക്കുകയാണെങ്കിൽ ഒരു സീലും 50 കൊടുത്ത സീൽ കിട്ടും. വാടിച്ചാണ്ട് ലെറ്റർ ബോർഡ് കംപ്ലീറ്റ് ചോദിച്ചാൽ സംഭവത്തിൽ വന്നാൽ നിങ്ങൾ വെല്ലുവിളിച്ച് വെല്ലുവിളി ഏറ്റെടുത്ത് ഇത് എഴുതിയിട്ടുള്ള മോഡൽ ഇനി മജീദാസിനെ ടാഗ് ചെയ്തിട്ട് റെഡി 1000 വട്ടം റെഡി. അതല്ലേ ഇത് സംസാരിച്ച് റെഡി ആയിക്കൂടെ? ആൻ്റെ പിന്നെ ഔഷാദ് എന്തൊക്കെ അറിയുന്നത് ഇവിടെ പഠി. അതുകൊണ്ട് സംഭവത്തിൽ നിങ്ങൾ വിളിച്ച വെല്ലുവിളി ഞങ്ങൾ എടുത്തു. ഞങ്ങൾ വിളിച്ചാൽ ഏറ്റെടുക്കില്ല. എത്രയോ വട്ടം കോമാറ്റിച്ചാലോ കൂട്ടുന്ന സംഭവത്തിന് വിളിച്ചു ഏറ്റെടുത്തില്ല. ഏതായാലും ഇപ്പോൾ വിളിച്ചല്ലോ, ഞങ്ങൾ ഏറ്റെടുത്തു. എന്താ സുനീർ, എന്നോട് ഞാൻ നേരത്തെ കുഞ്ഞേമ പറഞ്ഞ വിഷയങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എന്നോട് ഏറ്റെടുത്തത്. ഇത് ഞാൻ പറഞ്ഞിട്ട് വരല്ലേ. അതിന് ഒരു ഉറുപ്പിൻ ചെലവാക്കണ്ട, ഫുൾ ചെലവ് ഞങ്ങൾ വഹിക്കും. അന്റെ കോമാടനോ അല്ലെങ്കിൽ സുലൈമാണ്ടി വീരാണ്ടി ഒരു ഉറുപ്പിൻ ചെലവാക്കണ്ട, ഫുൾ ചെലവ് ഞങ്ങൾ എടുക്കും. പരസ്യമായിട്ട് ഒരു സ്ഥലം പറഞ്ഞോ, അന്റെ ഏത് മെച്ചായിക്കാച്ചാ മെച്ചായിക്കിനോട് കൊണ്ടുവരേണ്ട കേട്ടോ, ഏതെങ്കിലും വായാടികളല്ല, മെച്ചായിക്കന്മാരായിട്ടാണ് ഞങ്ങൾ സംഭവത്തിന് റെഡി. കൊണ്ടുവരാൻ ദിവസം പറഞ്ഞോ, സ്ഥലം പറഞ്ഞോ, സമയം പറഞ്ഞോ, ഞങ്ങൾ റെഡി. ഒരു ഉറുപ്പിയും ഒരു രൂപ ചെലവാക്കണ്ട, ഫുൾ ചെലവ് ഞങ്ങൾ വഹിക്കും. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഒഴിവാക്കണ്ടേ? 40 മുഷാവറങ്ങൾ വന്നിട്ട് ചങ്ങായി നിങ്ങൾക്ക് ഒരുപാട് എല്ലാം കൂടി 40 ഉണ്ടാവുമോ? എല്ലാവരും കൂടി 40 ഉണ്ടാവും. എന്നിട്ട് 40 മുഷാവറങ്ങൾ. എന്താ പോകില്ലേ? ഭയങ്കര പൂതിയാണല്ലോ. പിന്നെ കുത്തുപോകാനും അവരുടെ കോമാണ്ടിയും കോമാട്ടിയും സുലൈമാണ്ടിയൊക്കെ ഒരു കുത്തുപാട് ഹൗസാണെന്ന് പറഞ്ഞേ. അപ്പൊ പ്രശ്നമാക്കട്ടെ, ഞങ്ങൾ കുത്തുപാട് ഹൗസാണ്. പിന്നെ അപ്പം പറഞ്ഞല്ലോ ആര് അപ്പൊ അവരുടെ കുട്ടി പറഞ്ഞത് എല്ലാവരും പറഞ്ഞു നടന്നിട്ട് തന്നെ അവര് കുത്തുമ്പോ ഹൗസ് അങ്ങനെ പറഞ്ഞിട്ട് തന്നെ അവര് ഞാനും കുത്തുപാണ്, മജീദാസിന്റെ ഹൗസുമാണ്.
കുത്തുബില്ലാലും മൗസിലാലും ഒക്കെ ആകണം. അതിന് വേറെ അറിയോട് പറഞ്ഞോളൂ. അത് പറഞ്ഞാടാവുന്നില്ലായിരുന്നു ഞങ്ങളെ മതി. അപ്പൊ ഒരു സൈഡിൽ കോമാടൻ അവളക്കുട്ടി കുത്തുബാണ്, സുലൈമാൻ വേറെ ഹൗസാണ്, പിന്നെ അതാ ഇനി വേറെ ഉണ്ടോ ബീരാണ്ടി വേറെ മരിച്ചു. ഇനി കൊണ്ടു കഴിയില്ല, ഇനി കൊണ്ടു കഴിയുന്നുണ്ടെങ്കിൽ വേറെ കൊണ്ടുവന്നോളി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് ഞങ്ങളും ഞാൻ കുത്തുബാണ്, ഹൗസാണ്, പറഞ്ഞാലാവുന്നില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞാൽ തന്നെ പറഞ്ഞാലാവുമല്ലോ. അപ്പൊ വന്നോളി, രണ്ട് സൈഡിലുണ്ടോ കുത്തുബ് ഹൗസൊക്കെ. വരി വരി വരി. മൂലപ്പിലാക്കല് സുനീറെ, ഞാനിത് ഈ ഗ്രൂപ്പിൽ ഒരുപാട് വട്ടം തെളിയിച്ചതാണ്. കുഞ്ഞാമ്മ പറഞ്ഞൊന്നും എനിക്ക് ഇല്ലാന്നുള്ളത്. പല വിഷയങ്ങളിലും ഇത് തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് ആ അഡ്രസ് തന്നെ എനിക്കില്ല. എന്നിട്ട് ഇജാപ്പ ഈ പറഞ്ഞത് എടോ ആൺകുട്ടികളെ പോലെ ഞങ്ങൾ ഏറ്റെടുത്തിന് അന്റെ ഏത് മെച്ചായിക്കിനും ഇജോട് കൊണ്ടുപോവാ. ഞങ്ങൾ സമ്പാദിക്കുന്ന റെഡിയാ ചങ്ങായെ. അന്റെ ഏത് മെച്ചായിക്കിനും നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാനുള്ള എണ്ണ പൈസ വരെ ഞങ്ങൾ തരാം. ഇജ് റെഡി ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ ചങ്ങായെ. വെറുതെ ഞഞ്ഞാവിന്റെ പറഞ്ഞാൽ പാവം രാവിലെ തന്നെ എന്തിനാ നിങ്ങൾ നിൽക്കണേ? വെറുതെ പെരയില് അത് പറഞ്ഞാൽ ഒരാളില്ല, ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ആളില്ല എന്നല്ല ഈ നേരം ഒക്കെ തന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ എന്തിനാ സുനീറ വെറുതെ? ഇതൊക്കെ മനസ്സന്മാർ കേൾക്കുമ്പോൾ ഒരു വിശലത്തരല്ലേ? ഇത് എന്തോ അലക്ക ചേച്ചി ടാഗ് ചെയ്ത് ബോട്ടുകൂസെ ജിന്നെ ടാഗ് ചെയ്തല്ലേ? എന്തോ അലക്ക ചേച്ചി ടാഗ് ചെയ്ത് ആൺകുട്ടികൾ ചെയ്യുന്ന എന്തോ അലക്ക ചേച്ചി ടാഗ് ചെയ്ത്. അപ്പൊ ഓർമ്മ ചെയ്യും എനിക്ക് തോന്നുന്നു മോയന്റെ അനക്കപ്പോ തോന്നുന്നു ഓർമ്മ ചെയ്യുന്നില്ലേ? അത് ശരി. നിങ്ങൾ ഈ ഇന്നലെ പിന്നെ നിങ്ങൾ പരിപാടി കേൾക്കുന്ന സമയത്ത് പരിപാടി നിങ്ങൾ എന്തൊക്കെയോ തലമൊക്കെ അടിച്ചു കയറ്റിയില്ല, ഉള്ളിലെന്തോ അടിച്ചു കയറ്റിയില്ല. നിങ്ങൾ ഇതൊക്കെ ആ മന്ദപ്പ് ഞാൻ എഴുതി വിട്ടേക്കാറല്ലേ ജി? അപ്പൊ ടാഗ് ചെയ്തായിരിക്കും. അപ്പൊ എനിക്ക് തെളിഞ്ഞ് പിന്നെ കുഞ്ഞാമിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിലേ അപ്പൊ തോന്നുന്നുണ്ട്. അതുപോലെ ശേഖന്റെ പ്രസംഗം കൂടി കേൾക്കുമ്പോൾ അപ്പൊ തോന്നുന്നുണ്ട് എന്തൊക്കെ അടിച്ചു കയറ്റിട്ട്. അപ്പൊ അനുയായികൾ അങ്ങനെ തന്നെയല്ലേ? നമുക്കും ഓർമ്മൊന്നുമില്ല എന്തൊക്കെ ഈ പറയുന്നത്, എന്തൊക്കെ എഴുതുന്നത്, എന്തൊക്കെ കേൾക്കണമെന്നുള്ളത്. അപ്പൊ അടിച്ചു കയറ്റിട്ട് ഇപ്പൊ ഇവിടെ ഒന്ന് കണ്ട് ഇന്നൊക്കെ ടാഗ് ചെയ്ത് കണ്ട് സമ്പാദത്തിന് റെഡി ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്നൊക്കെ ടാഗ് ചെയ്ത് കണ്ട് നമ്മൾ സമ്പാദത്തിന് റെഡിയാകുമ്പോൾ പറയാൻ അഡ്രസ്സില്ല, ആനല്ല ചേമ്പില്ല പോകും, മറ്റേ അറിഞ്ഞിട്ട് വരിക. ഉളുപ്പുണ്ടെങ്കിൽ തന്നെ ഇജ്ജ് എഴുതി വിട്ട ഇത് അതിൽ ടാഗ് ചെയ്ത് ഇന്ന മജിദാസിനൊക്കെ ഞങ്ങളെ ഏറ്റെടുത്ത് ആൺകുട്ടികളെ പോലെ കൊണ്ടുപോകാൻ അവളെ കുട്ടീനെ ഹൗസിലും ബസ്സിലുള്ളവരാണെങ്കിൽ കൊണ്ടുപോവാ കാണാൻ നോക്കുന്നത്.